നമുക്കിതിനൊരു ടൈം ലൈൻ പ്രഖ്യാപിക്കണം. ആ ടൈം ലൈൻ പ്രഖ്യാപിക്കുക, ഈ 2 എസ്റ്റേറ്റുകളുടെ ഗ്രൗണ്ട് സർവേ പൂർത്തീകരിച്ച് നമുക്ക് അവിടെ പണി ആരംഭിക്കാൻ പറ്റുന്ന സിംഗിൾ പോയിന്റ് കണ്ടെത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ടൈം ലൈൻ കൊടുക്കും. ആ ടൈം ലൈനിൽ സ്പോൺസർമാരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, ടൈം ലൈൻ ഇന്ന മാസങ്ങളിൽ അവരുടെ വീടിൻ്റെ പുരോഗതി കാണാൻ, അത് എത്രയായി എന്നറിയാൻ, അതായില്ലെങ്കിൽ ചോദ്യം ചെയ്യാനൊക്കെയുള്ള അവസരം സ്വാഭാവികമായിട്ടും സ്പോൺസർമാർക്ക് ഉണ്ടാകും. ആ അധികാരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഉപദേശക സമിതിയിൽ അവർ കൂടി വരണമെന്ന് പറഞ്ഞത്. അവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ടൈം ലൈൻ പ്രഖ്യാപിക്കും. നമ്മളൊരു ഫെബ്രുവരി മാസത്തോടെ ആ ടൈം ലൈൻ പൂർണ്ണമായിട്ട്, കാരണം ഇനി ചില നേരിട്ട് ചെന്നറിയേണ്ട ചില ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. നിലവിലുള്ള തട്ടുകൾ അതൊന്നും മാറ്റാതെ തന്നെ നിർമ്മിക്കണം. അതായത് ഇനിയൊരു സാമൂഹ്യ വിപത്തുണ്ടാകാത്ത വിധത്തിൽ നമുക്കത് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് റിയാലിറ്റി കൂടി നമുക്കൊന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ടൈം ലൈൻ തയ്യാറാക്കും. അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക. അതിലിപ്പോ അവര് പറയുന്നത്, ദുരന്തബാധിതർ പറയുന്നത് എല്ലായിടത്തും 50 മീറ്റർ എന്ന കണക്കുകൾ എടുത്ത് പോകണമെന്നാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു... ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ദുരന്തബാധിതർ പറയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദുരന്തബാധിതരുമല്ല, ഓരോരുത്തരും അവരവരുടെ ആശങ്കകളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജോൺ മത്തായി ഓരോ സ്ഥലത്തിനും കൃത്യം പോയിന്റ് തീരുമാനിച്ചിട്ടുണ്ട്. 120 പോയിന്റ് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീമിനെ നമ്മൾ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ആ ടീം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഗവൺമെന്റ് ഇൻക്ലൂസീവ് ആയിരിക്കും. ഓരോന്നും ഉണ്ടാക്കാനുള്ള സമയം വേണ്ടേ? ഈ സെക്കൻഡ് ഫേസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ആശങ്ക പറഞ്ഞുകൊണ്ടാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. തടസ്സപ്പെട്ടൊരു ഘട്ടത്തിലാണ് അതിന് വൈകലുണ്ടായത്. മാർക്ക് ചെയ്യട്ടെ. മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ വരാതെ പോകുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തത്തിന് വിധേയമാകുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലവും നമുക്ക് ഇവിടെ ഇരുന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. അതിനൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ശാസ്ത്രീയമാണ്. അവരുടെ ശാസ്ത്രീയത ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അവർ വയനാട്ടിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് വികാരമുള്ളവരും അല്ല. അപ്പം അതുകൊണ്ട് അവർ നിഷ്പക്ഷമായി കണ്ടെത്തിയ ഒരു കാര്യമല്ലേ. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ ദുരന്തത്തിൽപ്പെട്ടതാണോ, അവിടേക്ക് ഈ ദുരന്തത്തിന്റെ ഭാഗമായി പോകാൻ പറ്റാത്തതാണോ, അതോ മറ്റേതെങ്കിലും ഒരു കേസിൽ പോകാൻ പറ്റും, അത് വേറെ ആയിട്ട് എടുത്ത് ചർച്ച ചെയ്യാം. വിലങ്ങാട്ടിലെ ആളുകൾക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം, അതായത് ടൗൺഷിപ്പ് ഇല്ല, പക്ഷേ 15 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ അവർക്ക് അല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളാണല്ലോ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള DDMA, ഇതൊക്കെ ഉപദേശക സമിതികളാണല്ലോ. പുതിയൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആലോചിച്ചിട്ടില്ല. നമുക്ക് ഈ പ്രവർത്തനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നായിരിക്കും. മന്ത്രി ഇല്ലല്ലോ ആ ബോഡി, MLA ഇല്ലല്ലോ. അപ്പോൾ ആരൊക്കെയാണ് വരേണ്ടതെന്ന് ആലോചിച്ചാൽ നമുക്ക് നേരിട്ട് നിന്ന് ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ കൂട്ടിയിട്ട് തന്നെയായിരിക്കും ആ കാര്യങ്ങൾ.